ഹലോ ഫാമിലി, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു അടിപൊളി ഫാമിലി മീറ്റ് വീഡിയോ ആയിട്ട്, സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലത്തെ മക്കളെ സ്കൂളിലേക്കലും അതുപോലെ തന്നെ നാസ്ത പ്രിപ്പറേഷനും നാസ്തയ്ക്കലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിക്ക് മുതലുള്ള വീഡിയോ വന്നിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പം അവിടെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനിങ് ഡിസംബർ 31 ചെയ്യാമെന്ന് വിചാരിച്ച പരിപാടിയാണ്. അപ്പോൾ അത് പോസ്റ്റ്പോണ്ടായി ലാസ്റ്റ് സ്കൂളില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ ഒരു 11 മണിയാകുമ്പോഴാണ് കൺഫേമായിട്ട് ഇന്ന് പരിപാടി ആക്കാം എന്നുള്ളൊരു ഇത് കിട്ടിയത്. വൈകുന്നേരം 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ടീ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ മീറ്റപ്പും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ നിന്നത് ഒരു ബീഫ് വരട്ടിയതും പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടി കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പ്ലാൻ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് നമുക്ക് മന്തി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്നു. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മന്തി ആക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ മന്തിയുടെ ചിക്കൻ ഇല്ല, അതുപോലെ മാഗി ക്യൂബ് ഇല്ല, അരിയില്ല, ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാനും മോളും കൂടിയിട്ട് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്ത് വന്നു. സാധനങ്ങളൊക്കെ വേണ്ടത് നോക്കിയിട്ട് വാങ്ങിയിട്ടൊക്കെ വന്നു. ചിക്കൻ ഓർഡർ കൊടുത്തു. അതിന് ശേഷം ചിക്കൻ വന്നു. കുറേയൊക്കെ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായത്. ഏകദേശം 1 മണിയാകുമ്പോഴാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അത്ര വരെ ഇങ്ങനെ സാധനങ്ങൾ ഒപ്പിച്ചുകൊണ്ട് നിന്നു. പിന്നെ ലാസ്റ്റ് ചിക്കനൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭാഗ്യത്തിൽ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡാക്കലും കൂടെ തന്നെ ഈ മന്തി പ്രിപ്പറേഷനാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ മന്തി പ്രിപ്പറേഷനും നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും നമുക്ക് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ സ്കൂളില്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് മക്കൾ നന്നായിട്ടൊരു പണി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തു വെച്ചാലും നമുക്ക് അവർ എന്തെങ്കിലുമായിട്ട് അവിടെ പണിയാക്കി വെക്കും. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, പ്രഷറുള്ളൊരു ദിവസമെന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ മന്തിയൊക്കെ ഏകദേശം മസാലയൊക്കെ പരട്ടിയിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുപ്പത്താക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ മന്തിയാണ്. നമ്മൾ ചിക്കൻ, മാഗി ക്യൂബ്, ഡ്രൈ ലെമൺ, പിന്നെ എന്താ പറയുക, കുരുമുളക് പൊടി, മല്ലി, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, തൈര്, മല്ലിയില, ഗരം മസാല, ഒരു നുള്ള്, പിന്നെ ഉപ്പ്, മന്തി മസാല, ഇതൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ അതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടാണ് അടുപ്പിലാക്കിയിട്ടുണ്ടായത്. അപ്പോൾ മന്തി പ്രിപ്പറേഷനൊന്നും ഞാൻ ഇതിലത്തെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെ പറ്റിയിട്ടൊരു റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മന്തിൻ്റെ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഗരം മസാല, മുതുമൻ ഗരം മസാല ഒക്കെ ഇട്ടതിന് ശേഷം അവിടെ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്കും മക്കളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മക്കളെ കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ രണ്ടാമതും ഇതിൽ റൈസ് പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ വരുന്ന സമയത്ത് അവർ രണ്ടാമതും പോയിട്ട് പരങ്ങി മൊത്തം ഈങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് രണ്ടാമതും കുളിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇരട്ടിപ്പണിയാക്കി തന്ന ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായ ദിവസമാണ്. പക്ഷേ 4 മണിയൊക്കെ കഴിഞ്ഞൊരു 4:45 എത്താൻ പറ്റിയിട്ടുണ്ടായത്. ടീ പാർട്ടി ഉണ്ടല്ലേ, അപ്പോൾ ആ സമയത്ത് തന്നെ എത്തണ്ടേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം കണ്ട ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തേനിൽ നട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും വീഡിയോ പോയി കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ മഴയൊക്കെ ആക്കി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. അങ്ങനെ ഞങ്ങളൊക്കെ പോയതിന് ശേഷം ഒരു അടിപൊളി പാർട്ടിയായിരുന്നു കേട്ടോ. ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവിടെയുള്ള ഫാമിലി മൊത്തമുള്ള ലേഡീസ് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കുറേ സംസാരിക്കുക, പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക.
പിന്നെ കുറച്ച് കടികളൊക്കെ ഉണ്ടായിരുന്നു, കായ്പോള, പിന്നെ പപ്സ്, പിന്നെ കൽമാസ്, അങ്ങനെ കുറേ കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു മഗ്‌രിബാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ മീറ്റല്ല, ഡിന്നർ പാർട്ടി പോലെ ഉണ്ടായത് സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടി നിസ്കാരത്തിന് ശേഷം കുറേ സംസാരിച്ചിങ്ങനെ ഇരുന്നു. പിന്നെന്താ പറയുക, പിന്നെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഹോം ടൂർ പോലെ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. എനിക്കറിയില്ല ഹോം ടൂർ എങ്ങനെയൊക്കെ എടുക്കുന്നതെന്ന്. ഏകദേശം എൻ്റെ ഒരു ഇത് ഞാൻ എടുത്തു. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, കുറേ ഗെയിം കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്തിരുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയാറില്ലല്ലോ, എന്തെങ്കിലും ആയിട്ടൊരു പണിയുണ്ടാകും. ഇതൊന്നുമല്ല, ഫ്രീ ആയിട്ട് ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് ഒരു പണിയുമില്ല, നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം സ്പെഷ്യൽ ഫുഡായിട്ട് നൂഡിൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ട്, പിന്നെ നമുക്ക് ഭട്ടൂരുണ്ട്, പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മന്തി ഉണ്ട്. മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മയോ ഉണ്ട്, പിന്നെ ഫ്രൂട്ട് സലാഡ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഡെസേർട്ടായിട്ട് നമ്മുടെ കസ്റ്റർഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതവിടുത്തെ കിച്ചണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളർ കോമ്പിനേഷൻ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടിരുന്നു. പിന്നെ എല്ലാവർക്കും ദൂരം പോകേണ്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനും ഇരുന്നു. മക്കൾക്ക് പിറ്റേന്ന് ദിവസം സ്കൂളില്ലാതെ, അപ്പോൾ ഈ ഡിന്നറിൽ ഫുഡ് ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. എല്ലാവരും കൂടിയിട്ട് രണ്ട് ഐറ്റംസ് ആക്കിയിട്ട് കൊണ്ടുവന്നതാണ് അമ്മായിമാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു, ഫുഡായാലും അതുപോലെ തന്നെ ഗെയിം കളിച്ചെഴുത്തും എല്ലാം. അപ്പോൾ ഇതേപോലത്തെ മീറ്റിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കലല്ലോ, നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യലാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇമോജെങ്കിലും കമൻറ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.